IT മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജനദ്രോഹപരമല്ലാത്തതും അതേസമയം തൊഴിൽ നൽകുന്നതുമായിട്ടുള്ളത്, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കാത്തവ വേണം എന്നുള്ളതിൻ്റെ തന്നെ പറയാതെ തന്നെ പറയുന്ന 1,00,000 പേർക്ക് തൊഴിൽ നൽകത്തക്ക രീതിയിലുള്ള പ്രോജക്റ്റിന് ബിർള മാനേജ്മെൻറ്റുമായി തന്നെ യോജിച്ചുകൊണ്ട് കേരള ഗവൺമെൻറ് നമ്മുടെ പ്രദേശത്തുകാരനായ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ എളമരം കരീം അവരുടെ നേതൃത്വത്തിലും നമ്മൾ പഞ്ചായത്തിൻ്റെ പിന്തുണയോടുകൂടി സഹായത്തോടുകൂടി കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ വിദ്യാഭ്യാസം കേന്ദ്രീകരിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങൾ വളരെ നന്നായി തോന്നി. അപ്പം അതിൽ കുറച്ച് 1-2 കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. ഈ എത്ര സ്കൂളുകൾ അവിടെയുണ്ട്, അതിൽ എത്ര എണ്ണം അൺഎയ്ഡഡ് ഉണ്ട് എന്നുള്ളത്? ആകെ ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെ 8 സ്കൂളുകളാണുള്ളത്. ഇതിൽ 3 ഗവൺമെൻറ് LP സ്കൂൾ, 2 1ാം ക്ലാസ് മുതലുള്ള 2 ഗവൺമെൻറ് UP സ്കൂൾ, 2 എയ്ഡഡ് LP സ്കൂൾ, 1 ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. അപ്പോൾ അൺഎയ്ഡഡ് അവിടെ ഇല്ല. ഈ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവർത്തിക്കാൻ പോലും ഗ്രാമപഞ്ചായത്ത് 4.75 ഏക്കർ സ്ഥലവും അതുപോലെ തന്നെ അങ്ങോട്ടുള്ള വഴി അക്വയർ ചെയ്ത് 8 മീറ്റർ വീതിയിൽ അക്വയർ ചെയ്തെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ്. അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഈ സ്കൂളുകളിൽ മറ്റ് പ്രവർത്തനങ്ങളൊക്കെ വളരെ ശ്ലാഘനീയമാണ്. അതോടൊപ്പം തന്നെ എനിക്ക് അറിയാനുള്ളത് അതിൻ്റെ പശ്ചാത്തല സൗകര്യങ്ങൾ എല്ലാ സ്കൂളുകളും കുട്ടികൾക്ക് വേണ്ട, പ്രത്യേകിച്ചും പെൺകുട്ടികൾക്കും ടീച്ചർമാർക്കും വേണ്ടിയിട്ടുള്ള സൗഹൃദമായിട്ടുള്ള ടോയ്ലറ്റുകൾ, കുടിവെള്ളം, കളിസ്ഥലം, ഈ ഉള്ള പശ്ചാത്തല സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ടോ? ഒരുക്കി കൊടുത്തിട്ടുണ്ട്. കളിസ്ഥലം ഈ പറഞ്ഞ 4.75 ഏക്കർ സ്ഥലത്ത് പിന്നെ കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ സഹായത്തോടു കൂടി 10 ലക്ഷം രൂപ അനുവദിച്ച് കിട്ടി. അതിൻ്റെ ഗ്രൗണ്ട് അതുപോലെ തന്നെ MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ച് കിട്ടി. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് അനുവദിച്ച് കിട്ടി. ആ ഫണ്ടുകളുടെ എല്ലാം തന്നെ സംയോജനത്തോടു കൂടി സഹായത്തോടു കൂടി നല്ല ഗ്രൗണ്ട്, ആ ഗ്രൗണ്ടാണ് നമ്മളിപ്പോൾ ഇതിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അതേപോലെ തന്നെ കുട്ടികളുടെ ഉച്ചഭക്ഷണം. അതെ, ഉച്ചഭക്ഷണം സാമ്പാർ ഉൾപ്പെടെ ഉള്ള ഉച്ചഭക്ഷണമാണ് ഹൈസ്കൂളിലും അതുപോലെ തന്നെ താഴെ തട്ടിലും നടത്തുന്നത്. അപ്പോൾ അത് പറയുമ്പോൾ ഞങ്ങൾക്ക് വ്യക്തമാക്കാനുള്ളത്, ഗവൺമെൻറ് കൊടുക്കുന്ന ഗ്രാൻഡ്, സ്കൂളിന് കൊടുക്കുന്ന ഉച്ചഭക്ഷണത്തിന് കൊടുക്കുന്ന ഗ്രാൻഡ് കൂടാതെ മറ്റ് അധിക ചെലവുകൾക്കായിട്ട് പഞ്ചായത്ത് സഹായിച്ച് നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ? അതും വളരെ നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ അംഗനവാടികളിൽ നമ്മൾ ഒരു വർഷം മുമ്പ് 28 അംഗനവാടികളിൽ 462 കുട്ടികൾ ഉണ്ട്. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള 462 കുട്ടികളുണ്ട്. അവർക്ക് നമ്മൾ പാല് കൊടുക്കുന്നുണ്ട്. തുടർച്ചയായി പാല് കൊടുക്കും. തുടർച്ചയായി പറഞ്ഞാൽ എല്ലാ ദിവസവും എല്ലാ ദിവസവും അത് പഞ്ചായത്തിന്റെ ചെലവിൽ അത് ഒരു വർഷവും 2,50,000 ഉറുപ്പിക തോതിൽ ഇതിനുവേണ്ടി പ്രത്യേകം നീക്കി വെച്ചിട്ടുണ്ട്. അതെ. ഇപ്പം 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള പ്രീ സ്കൂൾ കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. 5 വയസ്സ് 6 വയസ്സ് കഴിഞ്ഞാൽ അവർ സ്കൂളിൽ പോകുന്നുണ്ട്. അവിടെയും ഇതുമാതിരിയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. ഈ നമ്മുടെ കുട്ടികളുടെയൊക്കെ വളർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം 3 വയസ്സിന് മുമ്പാണ്. ജനിച്ച മുതൽ 1 വയസ്സ് വരെ, പിന്നെ 1 മുതൽ 3 വരെ. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ കുട്ടികളുടെ വികാസത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ടത് പ്രൈമറി ഹെൽത്ത് സെൻ്ററും മറ്റ് ആരോഗ്യ മേഖലയുമായിട്ടാണ്. ആ രംഗത്ത് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ, അതോ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ളത്? സാധിച്ചിട്ടുണ്ട്. ഈ അംഗനവാടികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഗർഭിണികളായവരും അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാർക്കും അവരുടെ പോഷകം, അതാണ് ഈ ന്യൂട്രിമിക്സ്. അത് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ 2 യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. മാവൂർ ഗ്രാമപഞ്ചായത്തിലും അതുപോലെ തന്നെ. എങ്ങനെയാണ് വിതരണം ചെയ്യുന്നത്? ഈ ഗർഭസ്ഥ സ്ത്രീകൾക്കും അംഗനവാടികളിലൂടെ വിതരണം ചെയ്യുന്നു. അംഗനവാടികളിലൂടെ വിതരണം ചെയ്ത് വീടുകളിലെത്തിക്കും. അപ്പൊ അത് ഈ ചെറിയ കുട്ടികൾക്കും അമ്മമാർക്കും കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നുണ്ട്. അതിന്റെ മോണിറ്ററിംഗ് സംവിധാനം ഓരോ അംഗനവാടികളിലും വെൽഫെയർ അംഗനവാടികളുടെ ചുമതലപ്പെടുത്തുന്ന അതാത് വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിലുള്ള വെൽഫെയർ കമ്മിറ്റികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഗ്രാസിം ഫാക്ടറി പൂട്ടിയപ്പോൾ അതിലെ തൊഴിലാളികളുടെ മക്കൾക്കൊക്കെ പഠനം മുടങ്ങുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അത് ഗ്രാസിം കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഉണ്ടായിരുന്നു. അത് 40 വർഷമായി SSLCക്ക് 100% ഈ ഇംഗ്ലീഷ് മീഡിയം 100% വിജയം കൈവരിക്കുന്ന സ്കൂളായിരുന്നു. ഇത് പൂട്ടിയതോടുകൂടി ആ സ്കൂൾ പൂർണ്ണമായും
ആ ഒരു വാർഡ് നഷ്ടപ്പെട്ടതുപോലെ തന്നെ ആ സ്കൂളും നഷ്ടപ്പെട്ടു. ആ കുട്ടികളുടെ പഠനം തുടരാൻ ആ കുട്ടികളുടെ പഠനം നമ്മുടെ ഈ പൊതുമേഖല ഈ പറഞ്ഞ സ്കൂളുകളൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് ചേർക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. ഈ അവിടെ വരുന്ന കുട്ടികൾ, ഈ ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ മുഴുവൻ അവിടുത്തുകാരല്ല. ഈ കമ്പനിയുടെ വർക്ക് ചെയ്യുന്ന വ്യത്യസ്ത സ്റ്റേറ്റിലെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. അവരിൽ കുറേ ആളുകൾ ഈ കമ്പനി പൂട്ടിയതോടുകൂടി ആ ഭാഗത്ത് നിന്ന് വിട്ടുപോയി. മറ്റു കുട്ടികളെ ഫലപ്രദമായിട്ട് നമ്മുടെ പൊതു സ്ഥാപനങ്ങളിലേക്ക് ആകർഷിക്കാനും അവിടെ കൊണ്ടുവരാനും അവർക്ക് ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം നൽകുന്നതെന്ന് ഉറപ്പുവരുത്താനും പഞ്ചായത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ സ്ഥാപനങ്ങളെ നിലനിർത്തി പോരുന്നത്. ഈ ശാസ്ത്രീയമായ മണൽ വിപണനം അത് എങ്ങനെയാണ് നിങ്ങൾ അതിനെ സമീപിക്കുന്നത്? മണൽ ശാസ്ത്രീയമായ എന്ന് പറയുമ്പോൾ ഇതൊരു പരിസ്ഥിതി പ്രശ്നം കൂടി വരുന്നതാണ്. പുഴ നശിക്കാതിരിക്കണമെങ്കിൽ അതിൽ CWRDM കോഴിക്കോട് ജില്ലയിൽ തന്നെ കുന്നമംഗലത്ത് ഞങ്ങളെ തൊട്ടടുത്താണ് ഈ CWRDM പ്രവർത്തിക്കുന്നത്. ആ CWRDMും അതുപോലെ തന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം തന്നെ ചേർന്നുകൊണ്ട് അതിൻ്റെ ശാസ്ത്രീയമായ വിപണനം, അത് ഖനനം, മണൽ ഊറ്റുന്നത്, അതിൻ്റെ ക്വാണ്ടിറ്റി ഓരോ വർഷവും ഫിക്സ് ചെയ്യുക. ആ ക്വാണ്ടിറ്റി ഫിക്സ് ചെയ്യുന്നതിനനുസരിച്ചുള്ള മണൽ മാത്രമേ അവിടുന്ന് വാരാൻ സാധിക്കുള്ളൂ. അത് മുൻകാലത്തെ അങ്ങനെയല്ലായിരുന്നു. തോന്നുന്ന രീതിയിൽ വാരിയെടുത്ത് അത് കോൺട്രാക്റ്റ് സ്വഭാവത്തിൽ പോയ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. അത് പുഴയെ ആകെ നശിപ്പിക്കുമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ നദീതീര സംരക്ഷണ ആക്ട് വന്നത്. ആ ആക്ടിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഈ മണലാണെങ്കിൽ ഈ മണലിന് വലിയ രീതിയിലുള്ള ക്ഷാമം, ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ചാലിയാറിൽ നിന്ന് ഇനി എത്ര മണൽ ഒരു ദിവസം 400 ടൺ മണൽ ഒരു ദിവസം വാരുന്നുണ്ട്. നിങ്ങൾ ഈ സമഗ്ര കായിക വികസനം എന്നുള്ളതിൽ നിങ്ങളുടെ ഒരു സമീപനം ഇവിടെ സൂചിപ്പിച്ച പോലെ നാഷണൽ ചാമ്പ്യന്മാരെ വിദഗ്ധരാകുന്ന കുറച്ച് കുട്ടികളെ സൃഷ്ടിക്കുക എന്നുള്ളതാണോ, അതോ എല്ലാ കുട്ടികൾക്കും ഒരു കായിക സംസ്കാരം വളർത്തിയെടുക്കുക എന്നുള്ളതാണോ? അത് എല്ലാ കുട്ടികൾക്കും കായിക ക്ഷമത വളർത്തിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനുവേണ്ടി എന്താ ചെയ്യുന്നത്? കമ്പൽസറി പാർട്ടിസിപ്പേഷൻ ഉണ്ടോ? നിർബന്ധമായിട്ടും കുട്ടികൾ ഏതെങ്കിലും ഒരു കളി കളിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ടോ? അങ്ങനെ പറയുന്നില്ല. പിന്നെ എങ്ങനെയാ അത് നേടുക? അതിൽ കായികക്ഷമത ഉള്ളവരെ PT, നമ്മുടെ പഞ്ചായത്തിൽ തന്നെയുള്ള ഒരു PT അധ്യാപകനാണ് ഇന്ന് നേതൃത്വം നൽകുന്നത്. അവരെ ഹയർ സെക്കൻഡറി സ്കൂളിലെ PT അധ്യാപകനാണ്. അതെ, ആ അധ്യാപകന്റെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ 3 വർഷക്കാലമായി. അതെ, അപ്പോൾ ഇതിൽ താല്പര്യമുള്ള കുട്ടികളെ കണ്ടെത്തി അവർക്ക് പ്രോത്സാഹനം കൊടുക്കുക എന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ അപ്പോൾ കുറേ കുട്ടികൾ പുസ്തക പുഴുക്കളും കുറേ കുട്ടികളെ കളിക്കാരുമായി മാറില്ലേ? അപ്പം എല്ലാ കുട്ടികളെയും ഫീൽഡിലെത്തിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എനിക്കൊരു നിർദ്ദേശമായിട്ട് പറയാനുള്ളത്. ഫിസിക്കലി ചാലഞ്ച്ഡ് ആയിട്ട് കുട്ടികളുടെ അത് കാണിച്ചായിരുന്നു. ചാലഞ്ച്ഡ് ആയിട്ടുള്ള കുട്ടികളുടെ അത് കാണിച്ചല്ലോ, ബഡ് സ്കൂളിൻ്റെ കാണിച്ചു. അവിടെ നിങ്ങൾ എന്തെങ്കിലും പ്രൊഫഷണൽ ഡോക്ടേഴ്സിൻ്റെയോ സൈക്കോളജിസ്റ്റിൻ്റെയോ എന്തെങ്കിലും സഹായം തേടുന്നുണ്ടോ തേടുന്നുണ്ട്. അതെങ്ങനെയാ അതിന്റെ പ്രവർത്തനം എന്നുള്ള ഡോക്ടേഴ്സിന്റെ? നമ്മുടെ ഈ CHC-യിലെ ഡോക്ടർമാരും അവരെല്ലാം തന്നെ വെച്ചുകൊണ്ട് മെഡിക്കൽ ക്യാമ്പ് ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നുണ്ട്. അതൊരു പബ്ലിക്കായിട്ട് ഇടയ്ക്ക് ക്യാമ്പ് നടത്തുന്നത് അല്ല, അവർക്ക് വേണ്ടി മാത്രം ക്യാമ്പ് നടത്തുന്നുണ്ട്. അല്ലാതെ ഈ ബഡ് സ്കൂളിലേക്ക് ഡോക്ടേഴ്സ് റെഗുലർ ആയിട്ട് വരുമോ? അതിന്റെ ഈ ബഡ്സ് സ്കൂൾ നടത്തുന്നതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ ആയുർവേദ ഡിസ്പെൻസറി. ആയുർവേദ ഡോക്ടറുടെയും അതുപോലെ തന്നെ CHC-യിലെ ഡോക്ടർമാർ, മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർമാർ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകുന്നതാണ് ഈ CHC. അപ്പോൾ അവരുടെ സേവനം എല്ലാ സമയത്തും ലഭ്യമാകുന്നു. ഇത് ചോദിക്കാൻ കാരണം ഇവരുടെ കുടുംബങ്ങളിൽ പ്രത്യേകിച്ച് ഒരു സൈക്കോളജിസ്റ്റിന്റെ ആവശ്യം ഉണ്ടെന്നുള്ളത്. കാരണം ഇത് ഫേസ് ചെയ്യാനായിട്ടുള്ളത് അങ്ങനെ ഒരു സഹായം എനിക്ക് തോന്നി റെഗുലർ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ കുടുംബങ്ങൾക്കും നല്ലതായിരിക്കും എന്നൊരു സജഷനും. 2001 ഇത് മാവൂർ ഗോളിയർ റയോൺസ് ഇല്ലാതായി. പക്ഷേ 2001 വരെ ഉള്ളതിനിടയിൽ ഇടക്കാലത്ത് കുറേ സമരം കാരണം കുറേ കാലത്തോളം പ്രൊഡക്ഷൻ ഒന്നും നടന്നിട്ടില്ല. പക്ഷേ ഇത് ഉണ്ടാക്കിയിട്ടുള്ളൊരു പാരിസ്ഥിതിക ഒരു ദുരന്തം ഉണ്ടായിട്ടുണ്ട്. ഇതിനെ മറികടക്കാൻ ഇപ്പോഴും ഉണ്ടാവുന്നുണ്ട്. കാരണം ഇത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭോപ്പാൽ ദുരന്തത്തിന് ശേഷവും കേരളത്തിലെ ഇന്ത്യയിലെ ലോകത്തിലെ എല്ലായിടങ്ങളിലും ഒരു പരിസ്ഥിതിയെ എതിർത്തിട്ടുള്ള അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് പ്രതികൂലമായി നിന്നിട്ടുള്ള പല സ്ഥാപനങ്ങളും പൂട്ടപ്പെട്ടപ്പോഴൊക്കെയും ഇത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ദുരന്തം അല്ലെങ്കിൽ ഇതുണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്ന കാര്യമാണ്. ഇതിനെ മറികടക്കാനായിട്ട് ഇപ്പോഴും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പോയിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ്. ഈ പ്രചാരണത്തിൻ്റെത് പോലെയുള്ള വിഷയം അതിലില്ല. കാരണം ഞാൻ തന്നെ ഗ്രാസിംഗ് കമ്പനിയിലെ ബ്ലീച്ചിങ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ജോലിക്കാരനായിരുന്നു. 38 വർഷക്കാലം 1962 മുതൽ 2000 ഈ കമ്പനി അടച്ചുപൂട്ടപ്പെടുമ്പോൾ ആണ് ഞാനതിൽ നിന്നും വിരമിക്കുന്നത്.
538 ഉറുപ്പിക പെൻഷനും കിട്ടുന്നുണ്ട്. അല്ല, അപ്പൊ ഇപ്പൊ അതിന് അത്തരത്തിലുള്ള ഒരു പ്രശ്നമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇല്ല.